ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടി എന്നും ബ്രോക്കേഴ്സ് ജനതാ പാർട്ടി എന്നും ഒക്കെ അതിനെ പറയാൻ പറ്റുന്ന ഒരു പാർട്ടി. യഥാർത്ഥ BJP അല്ല. ഇതുപോലുള്ള സുരേന്ദ്രനെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെയും ഈ മൊണ്ണ കണാപ്പനെയൊക്കെ പിടിച്ചിട്ട് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ സത്യം പറഞ്ഞ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇയാളെ ജയിപ്പിക്കരുത്. തിരുവിതാംകൂറും മലബാറും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അവിടുത്തെ രാജാവാണെന്ന് ധരിച്ചിടക്കുന്ന ആരാണ്? അവിടുത്തെ പഴുതാര മീശയും വെച്ചിട്ട് നടക്കുന്ന ഒരു ഊളയുണ്ടല്ലോ, പുതിയ ഒരാള്, ആദിത്യവർമ്മ, അവനെയൊക്കെയാണ് രാജാവാണെന്ന് പറയുന്നത്. അവനൊക്കെ നേരെ ചൊവ്വ ഒരു യുദ്ധം കണ്ടിട്ടുണ്ടോ? ഇവനൊക്കെ എന്ത് രാജാവാണ്? പബ്ജി കളിക്കുന്നവനാണോ രാജാവ്? അതിൽ വെടിവെക്കുന്നവനാണോ രാജാവ്? അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വെടിവെക്കുന്നതിനാണോ രാജാവ്? ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിച്ചവന്മാരെല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ ആൾക്കാരായിട്ട് നിൽക്കുന്നവരാണ്. വീട്ടുവാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തോക്കെടുത്തവനാക്കി, ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിലാക്കി, CAനെ വെടിവെച്ചുകൊല്ലുമെന്ന് ശ്രമിച്ചവനാക്കി. മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് മണി പവർ അല്ലെങ്കിൽ എല്ലാ അധികാരത്തിന്റെ പവർ എല്ലാം ഉള്ളവരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പത്മഭൂഷൺ കൊടുത്താൽ മാത്രമല്ലല്ലോ ഇതിപ്പോഴുള്ള കക്ഷികൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ അത് LDF ആയാലും UDF ആയാലും അതുപോലെ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അദ്ദേഹം പക്ഷേ അവിടെ എടുത്തു പറഞ്ഞത് KJP എന്ന് ഞാൻ പറഞ്ഞു, കേരള ജനതാ പാർട്ടി ആയിരുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചന്ദ്രശേഖരൻ ആയിരുന്നു. പക്ഷേ KJP അല്ല, അത് ചുമ്മാ വെറുതെ ഒരു തമാശയ്ക്ക് ആൾക്കാർ പറയുന്ന വേർഡാണ്. BJP തന്നെ അതിലെ ബിസിനസ് ജനതാ പാർട്ടി എന്നും ബാസ്റ്റേഴ്സ് ജനതാ പാർട്ടി എന്നും ബ്രോക്കേഴ്സ് ജനതാ പാർട്ടി എന്നും ഒക്കെ അതിനെ പറയാൻ പറ്റുന്ന ഒരു പാർട്ടി. യഥാർത്ഥ BJP അല്ല ഈ ഗ്രൂപ്പിനെ. യഥാർത്ഥ BJP അല്ല. യഥാർത്ഥ BJP അത്രയും വലിയൊരു ത്യാഗികൾ നിർമ്മിച്ച്, യഥാർത്ഥ സ്വയംസേവകർ നിർമ്മിച്ച്, ഞാനും ഒരു സ്വയംസേവക്കാണ്. സംഘിയല്ല, സംഘി സ്വയംസേവകൻ രണ്ടാണ്. പക്ഷെ ഇന്ന് അച്ഛൻ, വലിയച്ഛൻ, കൊച്ചച്ഛൻ, അമ്മായി അച്ഛൻ, പെണ്ണിൻ്റെ അച്ഛൻ ഏതാണെന്ന് തിരിച്ചറിയുന്നില്ല. എല്ലാവരിലും ഒരു അച്ഛനുള്ളതുകൊണ്ട് ഞാൻ ഏതിനും അച്ഛനായിട്ട് കാണാം, ഒറിജിനൽ അച്ഛനില്ലെങ്കിൽ ഈ അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇതുപോലുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരാളെ വാല്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റിയാണ്, നമ്മളുടെ ഒരു അണിയുടെ ക്വാളിറ്റിയാണ് അവൻ്റെ നേതാവ് എന്ന് പറയുന്നത്. ഒരു നേതാവിനെ കാണുമ്പോൾ അവൻ്റെ അണിയുടെ കപ്പാസിറ്റി മനസ്സിലാവും. ഇതുപോലുള്ള ഇപ്പോൾ പൊട്ടന്മാരെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കുകയാണെങ്കിൽ അവൻ്റെ അണി എത്ര വീക്ക്നെസ് ആണെന്നോ അല്ലെങ്കിൽ എത്ര വീക്കായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ മന്ത്രമാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായിരിക്കും നമ്മുടെ നേതാവ്. നമ്മളുടെ പ്രതിഫലനം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരൂപമാണ് നമ്മുടെ ലീഡർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലീഡറിന് ഒരു ക്വാളിറ്റി ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ്റെ അണി ഇങ്ങനെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ പൊട്ടറാണ്, വ്യക്തമാണ്, അതിലൊരു മാറ്റമില്ല. അപ്പം ഇതുപോലുള്ള സുരേന്ദ്രനെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെയും ഈ മൊണ്ണ കണാപ്പനെയൊക്കെ പിടിച്ചിട്ട് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ സത്യം പറഞ്ഞ് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇയാളെ ജയിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ ഇയാൾക്ക് ഞാൻ ലക്ഷ്യം പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്. കാരണം ഇയാൾ സ്വന്തം അമ്മായിയപ്പനെ വരെ പറ്റിച്ചിട്ട് വന്ന് ഒരു ലോകതരികിടെയാണ് ഇയാൾ. നല്ല ബിസിനസ്സുകാരനാണ്, നല്ല ബോഡി ബിൽഡർ വർക്ക് ചെയ്യുന്നവനാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് എന്താ ഇയാളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സാധനം, ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുടെ എന്ത് ക്വാളിറ്റി അയാൾക്കുള്ളത്? അയാൾക്ക് പവർ വേണം, എന്നാലും ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അതുപോലെ സുരേന്ദ്രൻ്റെ കാര്യം പറഞ്ഞു, അയാളെ ജയിപ്പിക്കില്ല എന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. ഭദ്രാനന്ദന് ഒരു വീഡിയോ ഇട്ടാൽ മതി, അവന് കോടിക്കണക്കിന് രൂപ ചെലവിടേണ്ടി വരും. ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പറയുമ്പോൾ അത് കാട്ടുതീ പോലെ ആർക്കൊക്കെ വാട്സപ്പ് ഉണ്ടോ അവിടെയൊക്കെ എത്തും. കാരണം എന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഇന്ന് ഈ രാജ്യത്തുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയും. 3 MLA ഉണ്ട് BJPക്ക്. 3 MLA അല്ല, 2.5 MLA ആയിട്ടാണ് കാണുന്നത്, 2.25 MLA ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ജയിക്കണം എന്ന് കരുതിയത് അവിടെ BB ഗോപകുമാർ ജീനെയാണ്. അദ്ദേഹം മാത്രം ജയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ മറ്റേ ആളെ അവിടെ ജയിപ്പിച്ചെന്നാണ്. ഈ തിരുവനന്തപുരത്ത് എൻ്റെ നാടാണ്, ഞാൻ ജനിച്ച നാടാണ്. പക്ഷെ അവിടെ കുറെ വേസ്റ്റുകളുണ്ട് ട്രിവാൻഡ്രത്ത്. രാജഭരണം മാറിയതറിയാം. ഈ രാജഭരണം മാറിയായിരുന്നു. അത് മാത്രമല്ല വരുത്തരാണ്, ഇച്ചിരി പൈസയുണ്ട്, വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരാദ്യം ഈ പൊട്ടരാണ്. കാരണം പൊട്ടരെന്ന് പറഞ്ഞാൽ പക്ക പൊട്ടരാണ്. എനിക്ക് ഏറ്റവും അവരോട് സഹതാപമുള്ള ഇതാണ്. എനിക്ക് അവരെന്ത് പറഞ്ഞാലും എനിക്കൊരു കോപ്പമില്ല. അപ്പോൾ രാഷ്ട്രീയ വിജയം അല്ല, അത് രാഷ്ട്രീയ വിജയമല്ല. അത് ഈ പറയുന്ന പോലെ ഈ തള്ളി ഇങ്ങനെ ആക്കി വെച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു ഇത്. അതാണ് ഈ രണ്ട് തിരുവിതാംകൂറും മലബാറും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്.
അവിടുത്തെ രാജാവാണെന്ന് ധരിച്ചു കിടക്കുന്ന ആരാണ്? അവിടുത്തെ ആ പഴുതാര മീശയും വെച്ചിട്ട് നടക്കുന്ന ആ ഒരു ഊളയുണ്ടല്ലോ, പുതിയ ഒരാള്, ആ ആദിത്യവർമ്മ, അവനെയൊക്കെയാണ് രാജാവാണെന്ന് പറയുന്നത്. അവനൊക്കെ നേരെ ചൊവ്വേ ഒരു യുദ്ധം കണ്ടിട്ടുണ്ടോ? അവനൊരു നല്ല ഒരു ഫൈറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ട്രിവാൻഡ്രത്ത് നല്ല പോലെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്തത് മാത്രമല്ല, നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പലതരത്തിലുള്ള സമരത്തിലും പ്രശ്നത്തിലും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും ലൈഫിൽ ഫൈറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇവനൊക്കെ എന്ത് രാജാവാണ്? പബ്ജി കളിക്കുന്നവനാണോ രാജാവ്? അതിൽ വെടിവെക്കുന്നവനാണോ രാജാവ്? അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വെടിവെക്കുന്നവനാണോ രാജാവ്? അല്ല, അതിനും കേമന്മാര് അവിടെ പല രീതിയിൽ പോലീസിനുമൊക്കെ ഇതിന്റെ വ്യക്തമായിട്ട് തെളിവും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പൊ അവിടെ ഈ മോഷണം നടത്തി പത്മനാഭസ്വാമി, എനിക്ക് ആ നാടിനോട് ഇപ്പൊ വെറുപ്പ് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നട്ടല് നേരെ നിറയുള്ള 5-10 ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു. ഇപ്പോൾ എൻ്റെ നാടായിട്ട് പറയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ എത്ര പേര് ഈ പറയുന്ന 550 കോടിയുടെ ഇത് മോഷ്ടിച്ചതിൽ ഈ കൊട്ടാരത്തിന്റെ പങ്ക് ഇത് വെളിപ്പെടുത്താൻ വേണ്ടി പുറത്തു വന്നു. അല്ല, താങ്കൾ ആരോപിച്ചിരുന്നു, വളരെ വ്യക്തമായിട്ട് ആരോപിച്ചിരുന്നു. അതിൽ അവിടെ കേരള പോലീസ് ലാസ്റ്റ് അവർക്ക് മനസ്സിലായി, അവര് ഉദ്യോഗസ്ഥര് ആക്ഷൻ എടുത്തു. അപ്പോൾ കോടതി ഇതിനെതിരെ പോലീസിനെതിരെ വന്നു. അവിടെ യഥാർത്ഥത്തിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്, പക്ഷേ ഇവരൊന്നും പുറത്തേക്ക് വരുന്നില്ല. എന്താണ് അത്? നേരത്തെ പറഞ്ഞ ഭയം. 2, ഇവിടെ കുറച്ച് ഓപ്പർച്യൂണിസ്റ്റുകളുണ്ട്. യഥാർത്ഥത്തിൽ സജ്ജനങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ്. അവർ പറയുന്നത് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ നല്ലതല്ലേ ചെയ്യുന്നത്, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടതെന്ന് തോന്നും. പക്ഷേ ഈ ദുർജനങ്ങൾ എന്ന് പറഞ്ഞ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ അവർക്ക് ഭയങ്കര ഐക്യതയാണ് ഉണ്ടാവും. ഈ ഐക്യതയിലാണ് അവർ വിജയിക്കുന്നത്. അപ്പൊ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ ഇവരാരും പ്രോപ്പറായിട്ട് പ്രതികരിച്ചില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിച്ചവന്മാരെല്ലാം രാജീവ് ചന്ദ്രശേഖരന്റെ ആൾക്കാരായിട്ട് നിൽക്കുന്നവരാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഇങ്ങോട്ടും മലബാർ സൈഡിലോട്ടും ഇതിലോട്ടും വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേസ് വർഷങ്ങൾക്ക് മുമ്പ് VS പറഞ്ഞിരുന്നു. കാരണം ആരും ചെയ്തുകൊണ്ടില്ല. ആരാ ഇവിടുത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ മാധ്യമങ്ങളുടെ ഇപ്പൊ മാധ്യമങ്ങൾ ഭയങ്കര സ്മാർട്ടായി. കാരണം പണ്ട് എന്നെ മാധ്യമങ്ങൾ വിലയിരുത്തിയിരുന്ന വേറെ രീതിയിലായിരുന്നു. മാധ്യമങ്ങളെ തോക്കു സമയെ പറ്റി ഇൻട്രൊഡക്ഷൻ കൊടുത്ത എങ്ങനെയാണ്? 2008 മുതൽ എങ്ങനെയാണ്? വീട്ടുവാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വീട്ടിന്റെ ഫ്രണ്ടിൽ തോക്കുമായിട്ട് നിന്നു, ആത്മഹത്യ ഭീഷണി മുഴക്കി, പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറെയും മാധ്യമ പ്രവർത്തകരെയും വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് തോക്കുസ്വാമി എന്നാണ് പറഞ്ഞത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് നറേഷൻ. കോടതിയിൽ ചെന്നപ്പോ ഈ കഥ എങ്ങനെ പോയി? കാര്യം ചോദിച്ചു, കോടതി ചോദിച്ചു വീട്ടുവാടക കൊടുക്കാനില്ലേ? ഓക്കെ, എന്നാ വീട്ടുവാടക എഗ്രിമെന്റ് എന്ന് കാണിക്കാൻ പറഞ്ഞു. എഗ്രിമെന്റ് വെച്ചപ്പോൾ അത് സ്വന്തം വീടും അല്ല വാടക വീടും അല്ല എന്ന് ബോധ്യമായി. 2 ദിവസത്തേക്ക് എറണാകുളം ടൗണിൽ നിന്ന് ആലുവയില് സെക്രട്ടറിയുടെ വീട്ടിൽ താമസിക്കാൻ പോയതാണ്. അപ്പൊ അത് വാടക വീടല്ല എന്നുള്ളതും ആ നറേഷൻ അവിടെ പൊളിയുകയും ചെയ്തു. അടുത്ത ചോദ്യം ചോദിച്ചു കോടതി, എന്തിനാണ് പിന്നെ തോക്കെടുത്തുകൊണ്ട് അവിടെ നിന്നതെന്ന് ചോദിച്ചു. അപ്പൊ തോക്കെടുത്തുകൊണ്ട് നിന്നതിന്റെ കാരണം, അപ്പൊ അവിടെ ചോദ്യം വന്നു. ആ ചോദ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ ചോര കൊണ്ട് ഈ നാട് നന്നാവുമെങ്കിൽ നന്നാവട്ടെ, പക്ഷെ മറ്റു പട്ടിക്കും പൂച്ചയ്ക്കും ഞാൻ എന്റെ ചോര കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്തിനാ വാക്ക് പറഞ്ഞേ? ആ വാക്ക് പറഞ്ഞതിന്റെ കാരണം, അന്ന് വീട്ടിൽ ആക്രമിക്കാൻ വന്ന ആരാണെന്നുള്ളത് അന്നത്തെ NDF-കാരായിരുന്നു. അന്നത്തെ NDF-കാരുമായിട്ടുണ്ടായ ഒരു ക്ലാഷാണ്. എന്തിനാ പ്രശ്നം വന്നത്? മാറാട് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും തർക്കങ്ങളും മൂത്ത് വരുന്നപ്പോൾ സന്തോഷ് മാധവന്റെ വിഷയം അവിടെ വരുന്നു. സന്തോഷ് മാധവൻ എവിടെയുണ്ടോ അവിടെ ഭദ്രാനന്ദന്റെ ഫോട്ടോയും വെച്ചിട്ട് ഇവർ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒരു പെറ്റി കേസ് പോലും ഇല്ലാതിരുന്ന എന്നെ അന്ന് ഇവർ മാക്സിമം ടോർച്ചർ ചെയ്തു. എന്നിട്ട് ആ സമയത്ത് ഇവർക്ക് ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷനും കൊടുക്കാനില്ല. പോലീസ് അന്ന് ഈ വിവരം മറച്ചു വെച്ചിരുന്നെങ്കിൽ, ഇത് കറക്റ്റായിട്ട് മറച്ചു വെക്കാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്നെപ്പറ്റി ക്ലിയർ ഒരു പിക്ചർ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അങ്ങനെ NDF-കാർ അന്ന് ആക്രമിക്കാൻ വരുന്ന സമയത്താണ് തോക്കെടുത്തതെന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അവിടെ എന്നെ കോമാളിയാക്കി വരെ അതായത് വീട്ടുവാടക കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തോക്കെടുത്തവനെ ആക്കി, ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള രീതിയിലാക്കി, CAനെ വെടിവെച്ചു കൊല്ലുമെന്ന് ശ്രമിച്ചവനാക്കി. കോടതി CA എടുത്ത് ചോദിച്ചു വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നെ 31 ദിവസം ജയിലിലാക്കി. 307 മർഡർ അറ്റംപ്റ്റ് ആണ് കൊടുത്തത്. അതിലാണ് വെച്ചത്. അപ്പൊ 307, 309 കൊടുത്തതിന്റെ മുറിവിന്റെ പാട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ
റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറിനെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ കൈയുടെ ഇവിടെ 1 mm ഹെയർ സ്ക്രാച്ച് ആണ്. കോടതി ചോദിച്ചു, ഈ 1 mm ഹെയർ സ്ക്രാച്ച് ഒരിക്കലും തോക്കുന്നുണ്ടാവില്ലല്ലോ, ഓക്കെ, തോക്ക് അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അതെ. അപ്പം ഇതെങ്ങനെയാണ് ഈ 1 mm ഹെയർ സ്ക്രാച്ച് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബബബ അടിക്കാൻ തുടങ്ങി. അപ്പോൾ പോലീസ് പറഞ്ഞു അത് വെടിയുണ്ട വന്നപ്പോൾ തട്ടിക്കളഞ്ഞാണെന്ന്. അപ്പം കോടതി ചോദിച്ചു, നിങ്ങളാരും രജനീകാന്ത് ആണോ എന്ന് ചോദിച്ചു. ഇവരുടെ എല്ലാ സാധനങ്ങളും അവിടെ പൊളിയാണ്, എല്ലാ ഡിഫൻസും എല്ലാം ഇത്. പക്ഷേ അന്ന് അതിനുശേഷം പിന്നെ ഉണ്ടായ ഇൻസിഡൻസ് അതാണ് പിന്നീട് ആൾക്കാരെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയ ഒരുപാട് ഇഷ്യൂസ് ആണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തോക്കുസ്വാമി വെടിവെച്ചു, തോക്കുസ്വാമി ആയി. പക്ഷെ അതിന്റെ പിന്നിലെ സംഭവം എനിക്ക് തോന്നുന്നൊരു 95% ആൾക്കാർക്കും അറിയില്ല. ഇപ്പോഴും അതായത് വെറുതെ ഗൂഗിളിൽ തോക്കുസ്വാമി എന്നോ സ്വാമി ഭദ്രാനെന്നോ അടിച്ചാൽ അന്നത്തെ മീഡിയ നറേഷനാണ് കിടക്കുന്നത്. അതായത് അന്നത്തെ കാലത്ത് മീഡിയക്ക് ഇവിടുത്തെ ഒരു ഇതുണ്ട്. അന്ന് മനോരമയും മാതൃഭൂമിയും മംഗളവും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ലീഡിങ്. അവരെന്ത് പറയുമോ അത് വിശ്വസിച്ചോളണം ജനം. രാവിലെ മംഗളത്തിന്റെയൊക്കെ അജിത്തേട്ടൻ്റെ അടുത്തൊക്കെ ചെന്ന് രാവിലെ വിളിക്കുന്നവർ ഇവിടുത്തെ എല്ലാ മുഖ്യമന്ത്രിയും MLA-മാരും മിനിസ്റ്റേഴ്സും വന്ന് നിൽക്കുക. കാരണം ഇവരെഴുതി വെക്കുന്നതനുസരിച്ചാണ് കേരളം വായിക്കുന്നത്. കേരളത്തിന്റെ തോട്ട്സിനെ ചേഞ്ച് ചെയ്യുന്ന താപ്പാനകൾ ഇവരായിരുന്നു. അവർ പറയുന്നതാണ്. ഇന്ന് അവരുടെ ആ മൊണോപോളി പൊളിഞ്ഞു, തീർച്ചയായും പൊളിഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയ, ഇന്ന് ഓൺലൈൻ മീഡിയ തുറന്ന് പറയാം, ഇവിടെ ജനമാണ് ഹീറോ ഇനി. അതായത് ജനം വിലയിരുത്തും ഒരുത്തന്നെ എങ്ങനെയാണ്. PR-നൊക്കെ ഒരു പരിധിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ PR ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും ഇല്ലാതെ എന്തെടുത്തിട്ട് തള്ളിയാലും സ്റ്റഫ് വേണ്ടേ. ഒരാളെ വിലയിരുത്ത എല്ലാ മനുഷ്യർക്കും ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി അവരുടെ യുക്തിനെയും ബേസ് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരാൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വിലയിരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്, മറ്റ് സോഴ്സുകളുണ്ട്. ഇപ്പം ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ അല്ലെങ്കിലോ. പിന്നെ അവിചാരിതമായിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കൃത്യമായി മലയാളിക്ക് അറിയാത്തൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഈ തോക്കുസ്വാമി എങ്ങനെ തോക്കുസ്വാമിയായി? ഈ സാധനം വളരെ കുറച്ച് മീഡിയാസ് ആൾക്കാർ മാത്രമേ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തോളൂ. എന്നാൽ കോടതി റിപ്പോർട്ട് ഇന്നും കോടതിയുടെ സംഭവങ്ങൾ പുറത്തു വന്നില്ല. മാത്രമല്ല ഈ മെയ് 17 ബന്ധപ്പെട്ട് 2008 മെയ് 17 തോക്ക് വിഷയം ഉണ്ടാവുന്നത്. അന്ന് 307 എനിക്ക് തരുന്നു. ഞാൻ ഈ കേസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ DYSPയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എനിക്ക് കള്ളക്കേസ് തന്നതെന്ന് ചോദിച്ചു. യഥാർത്ഥ ഭദ്രാനന്ദിനെ, സ്വാമി ഭദ്രാനന്ദിനെ തിരിച്ചറിയാത്ത ഒരു കേരളമുണ്ട് ഇവിടെ. അവർക്ക് ചിലപ്പോ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സമയമായിരിക്കും, ഒരു കാര്യം കാണുമ്പോൾ പ്രതികരിക്കുന്ന ആളായിരിക്കും. ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാണിക്കുന്ന കുഴപ്പങ്ങൾ പച്ചയ്ക്ക് പറയാൻ ഒന്നിനും ഭയക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ സത്യം പറയുന്നവനെ കോമാളിയാക്കുന്ന ഒരു ലോകം നമുക്കിടയിലുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് ആൾക്കാരുടെ ലിസ്റ്റിൽ ആ വാർത്ത എഴുതിയ ഒരു ലേഡി ഉണ്ടാകും, ലേബി സജീന്ദ്രൻ. മനോരമയിലായിരുന്നു. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ FIR-ൽ ഇങ്ങനെ എഴുതി വെച്ച 309 ഇട്ട്? ആ ലേബി സജീന്ദ്രൻ പിന്നെ ജീവിതത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അതാണ് ഫസ്റ്റ് പാർട്ട്. പിന്നെ അങ്ങോട്ടുള്ള കഥയെന്ന് പറയുന്നത് കളിയാക്കിയ പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരു നിരപരാധിയെ നമ്മൾ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കണ്ണീര് കുടിക്കും. പിന്നെ മണിപുര എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഭയങ്കര ഈഗോസ്റ്റിക് ആയിരിക്കും. ഞാൻ ആരെന്നറിയോ, ഭയങ്കര ഈഗോ. അതായത് ശത്രു പുറത്തുനിന്ന് നമ്മളെ ആക്രമിക്കുമ്പോൾ ഈഗോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ അറഗൻസും ഈഗോ നമ്മളെ നശിപ്പിക്കും.